കോഴിക്കോട്ട് ഡാൻസ് ഓഫ് എസ് ചമഞ്ഞ ലഹരി വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. ഫറോക്ക് ചുങ്കം സ്വദേശി റോജിത്താണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 2.5 ഗ്രാം MDMA, എയർ പിസ്റ്റൾ എന്നിവ കണ്ടെത്തി. പോലീസിന് വ്യാജ ID കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. SI ചമഞ്ഞ് ലഹരി പിടിച്ചെടുക്കുകയും അത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയുമാണ് ഇയാളുടെ രീതി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, വിചിത്രമായ രീതികളാണല്ലോ ഈ ഡാൻസ് ഓഫ് SI ചമഞ്ഞുകൊണ്ട് ലഹരി പിടിച്ചെടുക്കുന്നു, പിടിച്ചെടുത്തത് വിൽപ്പന നടത്തുന്നു. നല്ല തട്ടിപ്പാണല്ലോ. ഇയാൾ എവിടുത്തുകാരനാണ്? എന്താണ് ഇപ്പോൾ ഇയാളെ പറ്റി അറിയാനാകുന്നത്? സ്മൃതി, ഗുഡ് മോർണിംഗ്. ഫറോക്ക് ചുങ്കം സ്വദേശിയാണ് പിടിയിലായ റോജിത്ത്. അടിമുടി പോലീസ് ചമഞ്ഞായിരുന്നു ഇയാളുടെ തട്ടിപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇയാളുടെ കൈവശം പോലീസിന്റെ യൂണിഫോമിലുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് പോലീസിന്റെ ഒരു വ്യാജ ID കാർഡ് ഇയാൾ തയ്യാറാക്കി. മാത്രമല്ല ഒരു എയർ പിസ്റ്റൾ ഉണ്ടായിരുന്നു, കൈവിലങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൈവശം വെച്ച് താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ ഈ വലിയ തട്ടിപ്പൊക്കെ നടത്തിയത്. ഇയാളുടെ രീതി സ്മൃതി സൂചിപ്പിച്ചതുപോലെയാണ്. ഇയാൾ താൻ ഡാൻസ് ഓഫ് SI ആണ് എന്ന് പറയും. അപ്പോൾ യൂണിഫോമിന്റെ ഒന്നും ആവശ്യമില്ല, മഫ്തിയിലായിരിക്കും. അപ്പോൾ അവിടെ എത്തി ആളുകളുടെ അടുത്ത് നിന്ന്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇയാൾ എത്തുന്നു. ശേഷം അവരെ പരിശോധിച്ച് അവരുടെ കൈവശമുണ്ടായിരുന്ന ലഹരി ഇയാൾ തന്റെ കൈവശപ്പെടുത്തും. അതിനുശേഷം ഇത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു ഇയാളുടെ രീതി. സിറ്റി ഡാൻസ് ഓഫിന് ഇയാളെക്കുറിച്ച്, റോജിത്തിനെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ ഡാൻസ് ഓഫിന്റെ ഒരു നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി റോജിത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി രാമനാട്ടുകരയിൽ വെച്ച് ഫറോക്ക് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പിടികൂടുമ്പോൾ തന്നെ ഇയാളുടെ കൈവശം ഏതാണ്ട് 3 ഗ്രാമിനടുത്ത് 2.5 ഗ്രാം MDMA ഈ റോജിത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലീസിന്റേതാണ്, താൻ പോലീസുകാരനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന എല്ലാ സാധനങ്ങളും, എയർ പിസ്റ്റളും അതുപോലെ കൈവിലങ്ങും ഈ ID കാർഡും ഒക്കെ ഈ റോജിത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. അഭിജിത്ത്, ഇപ്പോൾ പിടികൂടിയ ശേഷം പോലീസിന് മുന്നിലിരിക്കുന്ന, കൂളായിട്ടിരിക്കുന്ന ഇയാളെ കാണാം. അയാൾക്ക് ഒരു ഭയവുമില്ല, നല്ല കൂളായിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ നേരത്തെയും തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും അത്തരം സൂചനകൾ പോലീസിനുണ്ടോ? ഇയാൾ ഒറ്റയ്ക്കാണോ ഈ പരിപാടി നടത്തുന്നത്? ഉണ്ട് സ്മൃതി, ഒരുപാട് തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നിരവധി ആളുകളിൽ നിന്ന് ഇയാൾ ലഹരി പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പോലീസാണെന്ന വ്യാജേനയാണ്. മാത്രമല്ല, അങ്ങനെ പിടിച്ചെടുത്ത ലഹരി തന്നെ ഈ ലഹരി ആവശ്യപ്പെട്ട് സമീപിക്കുന്നവർക്ക് കൈമാറുകയാണ് ഇയാളുടെ രീതി. അപ്പോൾ പലരിൽ നിന്ന് ഇങ്ങനെ ലഹരി പിടിച്ചെടുക്കുന്നു, അത് കൈമാറുന്നു, അങ്ങനെ പണം ഇയാൾക്ക് ലഭിക്കുന്നു, ലഹരി ഇയാൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു തട്ടിപ്പാണ് ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇയാൾ ഒറ്റയ്ക്ക് നടത്തിയ തട്ടിപ്പ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇയാളിൽ നിന്ന് ലഹരി വാങ്ങിയവരുണ്ട്. അവരും ഏതായാലും പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ട്. അവരെ കൂടി പിടികൂടുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ ഫറോക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ഈ തട്ടിപ്പ് മുഴുവൻ ഇയാൾ ഒറ്റയ്ക്കാണെന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? നിലവിൽ അങ്ങനെ തന്നെയാണ് സ്മൃതി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതായത് ഇതൊക്കെ സ്വന്തമായി ഈ ID കാർഡൊക്കെ ഇയാൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനൊക്കെ അയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ തട്ടിപ്പ് അയാൾ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴിയാണ് ഇനിയിപ്പോൾ മറ്റാരെങ്കിലും ഇതിന് പുറകിലുണ്ടോ, ഈ ലഹരിയൊക്കെ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇന്നയാളുടെ കയ്യിലാണ് ലഹരി ഉള്ളത്, അപ്പോൾ അയാളുടെ അടുത്തെത്തി പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ഇയാൾക്ക് ആരെങ്കിലും വഴി ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിലിപ്പോൾ ഫറോക്ക് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ റോജിത്ത് ഉള്ളത്. ഇയാളുടെ ഹിസ്റ്ററി, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൃത്യമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇയാൾ ചില്ലറക്കാരനല്ല, അല്പം ക്രിമിനൽ പശ്ചാത്തലമൊക്കെ വേണം എന്നുള്ള ഒരു അനുമാനത്തിലാണ്, അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും ലഹരി കടത്തിന്റെ പല മാർഗങ്ങൾ, ലഹരി വിൽപ്പനയുടെ പല മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഡാൻസ് ഓഫ് ചമഞ്ഞുകൊണ്ട് തന്നെ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് അയാൾ വിൽക്കുന്നു. ഈ പരിപാടി അയാൾ കുറച്ചു കാലമായി തുടങ്ങിയെന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. ഏതായാലും പിടിയിലായിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്ത നൽകിയത്.